ശംഖുമുഖം ബീച്ച് വാ. ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല, ഒരു വ്ളോഗാണ് കേട്ടോ. ഒരു കുഞ്ഞി വ്ളോഗൊന്നും എടുത്ത് വലിയ ശീലമില്ലാത്തതുകൊണ്ട് അത്ര പെർഫെക്ഷൻ കാണില്ല. എങ്കിലും ഞങ്ങൾ പോയ ഒരു യാത്രയും അതിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അതേ കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞ പോലെ നമ്മൾ ശംഖുമുഖത്തോട്ടാണ് പോകുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, ഒരു 7 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം ഒരു 4:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പാളയം ചാക്ക വഴി ദേ നമ്മുടെ ശംഖുമുഖം എത്തി. ശംഖുമുഖത്തിൻ്റെ ഐഡൻറ്റിറ്റി മാർക്കായിട്ടുള്ളത് ശംഖുമുഖം ദേവി ക്ഷേത്രവും കഴിഞ്ഞു. അപ്പം നമ്മൾ ശംഖുമുഖം ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ പാർക്കിങ്ങിനൊക്കെ വലിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. അപ്പം ഞങ്ങളിതേ പാർക്കിംഗ് സ്ലോട്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. 20 രൂപയാണ് കേട്ടോ കാറിന് പാർക്കിംഗ് ഫീസ് വരുന്നത്. അപ്പോൾ അതോ നമ്മുടെ ശംഖുമുഖത്തിൻ്റെ ഐക്കോണിക്കായിട്ടുള്ള മത്സ്യകന്യക, പിന്നെ ദേ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ദേ ആ കാണുന്ന ഹെലികോപ്റ്റർ, അതും നമ്മുടെ ശംഖുമുഖത്തിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് MI-8 എന്ന് പറയുന്ന ഹെലികോപ്റ്ററാണ്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ആ എഴുതിയിരിക്കുന്ന ആ ഭാഗമില്ലേ, അതൊന്ന് പൗസ് ചെയ്ത് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ അതിൻ്റെ ആ ലീഫൊക്കെ ഇങ്ങനെ കാറ്റടിച്ചിട്ട് കറക്കാതിരിക്കാൻ ദേ ഇതുപോലെ വലിയൊരു വടം വെച്ച് കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ ലീഫ് കറങ്ങത്തില്ലേ, അങ്ങനെ കറങ്ങാതിരിക്കാൻ. അപ്പോൾ ഇതും ഇപ്പം ശംഖുമുഖത്തിൻ്റെ വലിയൊരു ഇതാണ്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുപ്പ് അത് മസ്റ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്കിവിടെ നമ്മുടെ ടൂർ ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള ഒരുവിധം എല്ലാ കുട്ടികൾക്കും ശംഖുമുഖം ബീച്ച് നല്ല ഫെമിലിയർ ആയിരിക്കും. കാരണം മിക്കവാറും നമുക്ക് പെട്ടെന്ന് ഓടിയെത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലൊന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർക്കെല്ലാം അറിയായിരിക്കും കേട്ടോ. ശംഖുമുഖം ബീച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ദേ നമ്മുടെ കടലിൽ ഒത്തിരി കയറി കേട്ടോ. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ നമ്മൾ കടപ്പുറത്ത് ആ മണലിൽ കൂടെ ഒരുപാട് നടന്നിട്ടാണ് നമ്മൾ കടൽ തീരത്തെത്തുന്നത്. ദേ ഇത് മറ്റൊരു മുഖമുദ്ര, ഓൾഡ് കോഫി ഹൗസ്. ദേണ്ട അതിൻ്റെ അവിടെ ആ കാണുന്നില്ലേ, അവിടെയൊക്കെ സീറ്റിംഗ് ഉണ്ട് കേട്ടോ. ആ സീറ്റിലിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കടലും കണ്ട് ഇരിക്കാം. നല്ല രസമാണ്. ഇവിടുത്തെ ബ്രെഡ് ഓംപ്ലേറ്റ് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. പണ്ട് മുതലേ വന്നാൽ നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ്. ഇതാണ് ഇപ്പം നമ്മളെ ശംഖുമുഖത്ത് ഓപ്പൺ ചെയ്ത ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് സ്പോട്ട് ഓപ്പൺ ആയില്ലേ, അതാണ് ഈ കാണുന്നത്. പക്ഷെ കൊള്ളാം, സംഭവം എല്ലാം കൊള്ളാം. പക്ഷേ മെയിൻ്റനൻസ് ഇല്ല കേട്ടോ. അത്രയും ചപ്പുചവറുകളൊക്കെ വാരിയിട്ട് വൃത്തിക്കൊന്നും സൂക്ഷിക്കുന്നൊന്നുമില്ല. അതുപോലെ പുല്ലൊന്നും അങ്ങനെ നേരെയൊന്നും മെയിൻ്റനൻസ് ഒന്നുമില്ല. ഗ്രാസൊക്കെ വെച്ച് പിടിപ്പിച്ചതൊക്കെ നല്ലപോലെ മെയിൻ്റനൻസ് ചെയ്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു സ്ഥലമായിരുന്നേനെ. പക്ഷെ എന്ത് ചെയ്യാം, നമുക്കെല്ലാവർക്കും ഉള്ള കുഴപ്പമാണല്ലോ. എല്ലാം വെക്കും, പക്ഷേ അത് മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അറിയത്തില്ല. അപ്പം അതിൻ്റെ ഒരു പാകപ്പിഴ ഇവിടെയും ഉണ്ട്. ഇനി അത് ചിലപ്പോൾ ശരിയാവുമായിരിക്കും. കുറേ വെഡ്ഡിങ്ങൊക്കെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലൊരു ഭയങ്കര വലിയൊരു പിള്ളേർ ഒത്തിരി നാളായിട്ട് പറയുകയാണ് ബസ്സിൽ കയറണമെന്ന്, അതും ഡബിൾ ഡെക്കർ ബസ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഡബിൾ ഡെക്കർ ബസ് ഉള്ളത് കിഴക്കേക്കോട്ട നിന്ന് ശംഖുമുഖത്തേക്കും ശംഖുമുഖത്ത് നിന്ന് കിഴക്കേക്കോട്ട ആ ഒരൊറ്റ ബസ്സേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ദേ ആ ബസ് അവിടെ കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഓടി വന്ന് ആ ബസ്സിൽ കയറി എന്നത് എന്തിനാണ്, മുകളിലത്തെ സീറ്റിൽ പോയി. അപ്പോൾ ഭാഗ്യം പോലെ ആൾക്കാർ ഇറങ്ങി ഉടനെ കയറിയോണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റ് കിട്ടി. അപ്പോൾ കുട്ടീസ് കുറേ നാളായിട്ട് ബസ്സിൽ കയറണമെന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും നടന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ, അമ്മയും ഞങ്ങൾ 2 മക്കളും കൂടെ ബസ്സിൽ പോയി. ഈസ്റ്റ് ഫോർട്ടാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ഈസ്റ്റ് ഫോർട്ട് ഇറങ്ങാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു. ഫുൾ ടിക്കറ്റ് 20 രൂപയും ഹാഫ് ടിക്കറ്റ് 12 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യണം. ഫ്രണ്ട് സീറ്റ് കിട്ടിയോണ്ട് സൂപ്പറായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാ വ്യൂസും കിട്ടുന്നുണ്ടായിരുന്നേ, നല്ല രസമുണ്ടായിരുന്നു. അപ്പുറത്ത് കാണുന്നത് അത് എയർപോർട്ടിൻ്റെ ഭാഗങ്ങളാണേ. ഹസ്ബൻഡ് കാറും എടുത്ത് നേരെ ഈസ്റ്റ് ഫോർട്ടിൽ നമ്മളെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേ ഞങ്ങൾ അടിച്ചു പൊളിച്ച് പോവാണ്. ബസ് പോകുന്നതും ചാക്ക, പാളയം, സ്റ്റാച്യു,
ഓവർ ബ്രിഡ്ജ് കിഴക്കേക്കോട്ട, അങ്ങനെയാണ് കേട്ടോ. ഈ ബസ്സിൻ്റെ ടൈമിങ് വന്നിട്ട് രാവിലെ 7 മണി, 9 മണി, 11 മണി, 13, 15, 17 ഈ സമയങ്ങളിൽ ഈസ്റ്റ് ഫോർട്ട് നിന്ന് ശംഖുമുഖത്തേക്കും, അരമണിക്കൂർ കഴിയുമ്പോൾ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടും. അങ്ങനെയാണ് ഈ ബസ്സിൻ്റെ സർവീസ് വരുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ബസ്സിൻ്റെ ഫ്രണ്ടിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് നാളായെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായി കേട്ടോ. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കയറിയിട്ടുള്ളതാണ് ഈ ബസ്സിൽ, ഡബിൾ ഡെക്കർ ബസ്സിൽ. അതിനുശേഷം ദേ ഇപ്പോഴാണ് കയറുന്നത്. അപ്പോൾ ദേ നമ്മൾ ഈസ്റ്റ് ഫോർട്ട് എത്തിയിട്ടുണ്ട്, ബസ് ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ശംഖുമുഖ യാത്രയിൽ നമ്മുടെ ഒരു ആഗ്രഹവും കൂടെ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പരുത്തിപ്പാറ വന്നു. പരുത്തിപ്പാറ കേശവദാസൻ റോഡെന്ന് പറയുന്നത് ഇപ്പം ഒരു തട്ടുകടയുടെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി തട്ടുദോശയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ തട്ടുദോശയൊക്കെ കഴിച്ച് രാത്രി വീട്ടിലെത്തി. അതെ, ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെയുള്ള വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള യാത്രാ വ്ളോഗുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനിയും പോകുന്ന എല്ലാ സ്ഥലത്തും ഇതുപോലെ വീഡിയോസ് എടുക്കാൻ ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബായ്. നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത കാണുന്നതായിരിക്കും. ബായ്.